ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്താതെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ. PV അൻവറിന്റെ ആരോപണം സംസ്ഥാന പോലീസ് മേധാവി നേരിട്ടാണ് അന്വേഷിക്കുക. അനന്തകൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, അങ്ങനെ PV അൻവർ തൊടുത്തുവിട്ട രാഷ്ട്രീയ ആരോപണം ഇപ്പോൾ ADGPക്കെതിരെയുള്ള അന്വേഷണത്തിൽ എത്തി നിൽക്കുന്നു. മുഖ്യമന്ത്രി പൊതുവേദിയിൽ നടത്തിയ പ്രഖ്യാപനം. പക്ഷേ ഈ അന്വേഷണത്തിൽ എത്തുമ്പോൾ ഏറ്റവും വിചിത്രമായ ഒരു കാര്യം എന്ന് പറയുന്നത് ADGPയെ നിലവിലുള്ള വകുപ്പിൽ നിന്ന് അദ്ദേഹം വഹിക്കുന്ന പങ്ക് എന്ന് പറഞ്ഞാൽ അത് ക്രമസമാധാന പാലന ചുമതലയുള്ള ADGPയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വകുപ്പിൽ നിന്ന് മാറ്റി നിർത്താതെയുള്ള അന്വേഷണം, അത് എന്തടിസ്ഥാനത്തിലാണ്? ഈ അന്വേഷണം എത്രത്തോളം കാര്യഗൗരവപ്പെട്ടതാണ് എന്നുള്ള നിലയിൽ തന്നെയാണോ അദ്ദേഹത്തെ മാറ്റി നിർത്താതെയുള്ള ഈ അന്വേഷണ പ്രഖ്യാപനം? എന്ത് സമ്മർദ്ദത്തിന്റെ പേരിലായിരിക്കാം അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ട എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നത്? അനന്തൻ. ഉമൈബാൻ, ആഭ്യന്തര വകുപ്പിൽ MR അജിത് കുമാർ ഒരിക്കൽ കൂടി കരുത്തനാണെന്ന് തെളിയിച്ചിരിക്കുന്നു. ഗുരുതരമായ കൊലപാതക കേസുകൾ, സ്വർണ്ണക്കടത്ത് അടക്കമുള്ള മാഫിയ ബന്ധം, അധോലോക സംഘ ബന്ധം അടക്കം ഉള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് PV അൻവർ MLA ADGP MR അജിത് കുമാറിനെതിരെ ഉന്നയിച്ചത്. അതിലാണ് മുഖ്യമന്ത്രി ഇന്ന് രാവിലെ പോലീസ് വേദിയിൽ തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചത്, DGP തല അന്വേഷണം. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ വാർത്താക്കുറിപ്പ് പ്രകാരം MR അജിത് കുമാറിനെതിരായുള്ള ആരോപണങ്ങൾ DGP സംസ്ഥാന പോലീസ് മേധാവി ഒരു സംഘം IPS ഉദ്യോഗസ്ഥരും അന്വേഷിക്കും എന്ന് മാത്രമാണ്. ADGP ലോ ആൻഡ് ഓർഡർ സ്ഥാനത്ത് നിന്ന് MR അജിത് കുമാറിനെ മാറ്റുന്ന കാര്യം ഈ റിലീസിലില്ല. നമുക്ക് മനസ്സിലാക്കുന്നത് MR അജിത് കുമാറിനെ ആ സ്ഥാനത്ത് തന്നെ നിലനിർത്തിക്കൊണ്ട് സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേസ് സാഹിബ് അന്വേഷണം നടത്തട്ടെ എന്ന മുഖ്യമന്ത്രി തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ റിലീസ് പ്രകാരം. ADGP MR അജിത് കുമാറിനെയും ചില പോലീസ് ഉദ്യോഗസ്ഥരെയും പരാമർശിച്ചുള്ള ആരോപണങ്ങളിൽ ഉന്നതതല അന്വേഷണ സംഘം രൂപീകരിക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചുവെന്നാണ് ഈ വാർത്താക്കുറിപ്പ് പറയുന്നത്. ആ ഉന്നതതല പോലീസ് സംഘത്തെ നയിക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേസ് സാഹിബാണ്. ഈ ഉന്നതതല സംഘത്തിൽ ഉൾപ്പെടുന്ന മറ്റു ഉദ്യോഗസ്ഥർ G. സ്പർജൻ കുമാർ IPS, അതായത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും സൗത്ത് സോൺ IG-യുമായ G. സ്പർജൻ കുമാർ. അതിനൊപ്പം തന്നെ തൃശൂർ റേഞ്ച് DIG തോമസൺ ജോസ്, ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം SP S. മധുസൂദനൻ, SSB ഇൻ്റലിജൻസ് തിരുവനന്തപുരം SP A. ഷാനവാസ്. ഈ 4 ഉദ്യോഗസ്ഥരെയാണ് DGPയുടെ കൂടെ അന്വേഷണത്തിനായി അദ്ദേഹത്തെ ഈ അന്വേഷണം സഹായിക്കുന്നത്. ഈ 4 ഉദ്യോഗസ്ഥരും ADGP MR അജിത് കുമാറിൻ്റെ ജൂനിയർ ഉദ്യോഗസ്ഥരാണ് എന്നുള്ള കാര്യമാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. ഏതായാലും സംസ്ഥാന പോലീസ് മേധാവിയും 4 ജൂനിയർ IPS ഉദ്യോഗസ്ഥർ, അതായത് MR അജിത് കുമാറിനെക്കാട്ടിലും ജൂനിയറായ 4 IPS ഉദ്യോഗസ്ഥരും ചേർന്നാണ് ഈ ഗുരുതരമായ ഭരണപക്ഷ MLA PV അൻവർ ഉന്നയിച്ച ഗുരുതരമായ ആരോപണം അന്വേഷിക്കുക. ഈ ഉന്നയിക്കപ്പെട്ട പരാതികളിലും വെളിപ്പെടുത്തലുകളിലും 1 മാസത്തിനകം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇന്ന് വൈകിട്ട് 8 മണിക്ക് മുഖ്യമന്ത്രിയും DGPയും തമ്മിൽ ആരംഭിച്ച ചർച്ചയാണ്. അതിൽ 2 മണിക്കൂറോളം ആ ചർച്ച നീണ്ടു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് MR അജിത് കുമാറിനെ ADGP ലോ ആൻഡ് ഓർഡർ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ടൊരു അന്വേഷണം വേണം എന്നുള്ളൊരാവശ്യമാണ് DGP ഉന്നയിച്ചതെങ്കിലും അതിന് മുഖ്യമന്ത്രി വഴങ്ങിയില്ല. സ്ഥാനത്ത് നിന്ന് മാറ്റാതെയുള്ള അന്വേഷണം മതി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി എത്തുകയായിരുന്നു. തുടർന്നാണ് ഷേഖ് ദർവേസ് സാഹിബിനെ മേൽനോട്ടത്തിൽ 4 അംഗ IPS ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘം ഈ വിഷയം അന്വേഷിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ഏതായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഈ തീരുമാനം അതൊരു ചോദ്യം ചെയ്യപ്പെടലിലേക്കൊക്കെ പോകും. കാരണം ADGPക്കെതിരെ ഉയർന്നിരിക്കുന്നത് അത്രയും ഗുരുതരമായ ആരോപണമാണ്. അപ്പോൾ പോലീസിലെ കരുത്തനെന്ന് ഇതിനകം തന്നെ തെളിയിച്ചിട്ടുള്ള MR അജിത് കുമാറിനെ ലോ ആൻഡ് ഓർഡർ ADGP സ്ഥാനത്ത് ഇരുത്തിക്കൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള കാര്യം ഇനി കാണേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ സർക്കാരിനെതിരെ ഉയർന്നേക്കാം. മാത്രമല്ല PV അൻവർ MLA ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുന്നത് ഈ വെളിപ്പെടുത്തലുകളുടെ ഒരു ഘട്ടം കഴിഞ്ഞു എന്നാണ്. ആ ഘട്ടത്തിൽ പോലും അദ്ദേഹം ആ വാർത്താ സമ്മേളനം നടത്തുന്നതിന് തൊട്ടു മുൻപാണ് മുഖ്യമന്ത്രി അന്വേഷണം നടത്തും എന്ന് പ്രഖ്യാപിച്ചത്. അപ്പോൾ MR അജിത് കുമാറിനെതിരെ ഒരു നടപടിയിലേക്ക് സർക്കാർ പോകുന്നു എന്ന പ്രതീതിയിൽ നിന്നുകൊണ്ടാണ് PV അൻവർ ഈ ഒരു ഘട്ടം അവസാനിച്ചു എന്ന് വ്യക്തമാക്കിയത്. ഒരു പക്ഷേ PV അൻവർ പ്രതീക്ഷിക്കാത്ത ഒരു തീരുമാനമാകാം ഇപ്പോൾ മുഖ്യമന്ത്രിയിൽ നിന്നും ഈ സർക്കാരിൽ നിന്നും ആഭ്യന്തര വകുപ്പിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നാളെ PV അൻവർ
അൻവർ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ള കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പി വി അൻവർ MLA നാളെ തിരുവനന്തപുരത്തേക്ക് വരുന്നു, മുഖ്യമന്ത്രിയെ കാണാൻ വരുന്നു, അതിനുള്ള അനുമതി അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ട ശേഷം അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കുമെന്നാണ് അറിയുന്നത്. അതിനൊപ്പം തന്നെ ആരോപണ വിധേയനായ പത്തനംതിട്ട SP സുജിത് ദാസിനെതിരെയുള്ള നടപടിയെക്കുറിച്ചും ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നില്ല. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ SP സസ്പെൻഡ് ചെയ്യും എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നിരുന്നത്. എന്നാൽ ആ സസ്പെൻഷൻ നടപടി ഉണ്ടാകില്ല, പകരം സ്ഥലം മാറ്റലിൽ ഒതുക്കും എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് ഇന്ന് തന്നെ ഇറങ്ങും എന്നും പറയുന്നുണ്ട്. ഏതായാലും പൊട്ടിച്ചത് ബോംബാണ് പി വി അൻവർ MLA. പക്ഷേ ആ ബോംബിന് ഉതങ്ങുന്ന ഒരു പ്രതികരണമല്ല സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നതെന്നാണ് നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാര്യമായ അന്വേഷണത്തിലേക്ക് പോകുന്നില്ല. DGP തലത്തിൽ എന്താണ് ഈ സംഗതികൾ എന്നുള്ള പ്രാഥമിക അന്വേഷണം, 1 മാസം നീളുന്ന അന്വേഷണം, ആ അന്വേഷണത്തിന് ശേഷം ബാക്കി കാര്യങ്ങൾ എന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ സർക്കാർ എത്തിയിരിക്കുന്നത്. അതായത് MR അജിത് കുമാറിന് തൻ്റെ സ്ഥാനം തെറിക്കില്ല, അദ്ദേഹത്തിന് കരുത്തനായി സംസ്ഥാനത്തെ ലോ ആൻഡ് ഓർഡർ ADGP എന്ന സ്ഥാനത്ത് തുടരാൻ കഴിയും.